നമ്മുടെ മുൻ മന്ത്രി നമ്മോടൊപ്പം അഹമ്മദ് ദേവർകോവിൽ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഈ CAA ഒരു വലിയ ചർച്ചാ വിഷയമായി വീണ്ടും മാറിയിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പിലൊക്കെ പ്രധാന ചർച്ചാ വിഷയം ഇത് തന്നെയാണ്. ഈ ഒരു വിഷയം മതന്യൂനപക്ഷങ്ങളൊക്കെ എങ്ങനെയാണ് ഈ ഒരു പരിപാടിയെ കാണുന്നത്? മതന്യൂനപക്ഷങ്ങൾ വല്ലാത്ത ആശങ്കയോടുകൂടി തന്നെയാണ് ഈ വിഷയത്തെ സമീപിക്കുന്നത്. CAA എന്ന് പറയുന്നത് തികച്ചും ജനങ്ങളെ ഭിന്നിപ്പിക്കാനുള്ള ഒരു നിയമനിർമ്മാണമാണെന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. ഇതിനെതിരെ ശക്തമായി പ്രതികരിക്കാൻ ബാധ്യസ്ഥമായ പല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും നിലപാടുകൾ തുറന്നു പറയാൻ മടിക്കുന്നു എന്നതാണ് വളരെ ഗൗരവതരമായൊരു വിഷയം. ഇവിടെ ശക്തമായ തീരുമാനമെടുക്കാൻ കഴിഞ്ഞ ഇന്ത്യ രാജ്യത്തെ ഏക മന്ത്രിസഭ കേരളത്തിലെ പിണറായി വിജയൻ സർക്കാരാണ് എന്നത് നമുക്ക് എവർക്കും അഭിമാനത്തിന് വകയുള്ളത് തന്നെയാണ്. കേരളത്തിൻ്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി ഈ നിയമനിർമ്മാണം വരുന്നതിന് മുമ്പ് തന്നെ ഒരു കാരണവശാലും അത് കേരളത്തിൽ നടപ്പിലാക്കാൻ അനുവദിക്കില്ല എന്ന് പ്രഖ്യാപിക്കുകയും കേരളത്തിൽ അത്തരം ഒരു സംവിധാനത്തിൻ്റെയും ഭാഗമാകാൻ ആർക്കും അവസരമുണ്ടാകില്ല, ഇത് കേരളമാണ് എന്ന് ശക്തമായ നിലപാടെടുത്ത മുഖ്യമന്ത്രിയോടുള്ള ഒരു ഐക്യദാർഢ്യം കൂടി ഇത് മാറും എന്ന കാര്യത്തിൽ യാതൊരു സംശയം. ദേശീയ തലത്തിൽ കോൺഗ്രസിന് ഇതുവരെ ഇക്കാര്യത്തിൽ ഒരു നിലപാട് പ്രഖ്യാപിക്കാൻ കഴിഞ്ഞിട്ടില്ല. മുസ്ലിം ലീഗ് തെരഞ്ഞെടുപ്പിലൊക്കെ പ്രധാനമായി ഇത് ചർച്ച ചെയ്യുന്നുമുണ്ട്. CAA വിഷയം ഒരു ചർച്ചയായി എടുക്കുന്നുമുണ്ട്. ആളുകൾ ഇത് എങ്ങനെയാണ് വിലയിരുത്തുക? തീർച്ചയായും ഒരു മതേതര പ്രസ്ഥാനം എന്ന് അവകാശപ്പെടുന്ന കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ദേശീയ പ്രാധാന്യമുള്ള ഇത്തരം വിഷയങ്ങളിൽ വ്യക്തമായ അഭിപ്രായം പ്രകടിപ്പിക്കേണ്ട ബാധ്യതയുണ്ടായി. കോൺഗ്രസ് ഭരിക്കുന്ന ചില സംസ്ഥാനങ്ങൾ ഇന്ത്യ രാജ്യത്തുണ്ട്. നമുക്കറിയാം, ഹരിയാനയും അതുപോലെ തന്നെ കർണാടകയും തെലങ്കാനയും ഒക്കെ. അവിടുത്തെ സർക്കാരുകളൊന്നും തന്നെ കേരളം എടുത്ത പോലെ നിലപാടെടുക്കാൻ തൻ്റെ ഇടം കാണിക്കുന്നില്ല എന്നത് ജനം വിലയിരുത്തുക തന്നെ ചെയ്യും. തെരഞ്ഞെടുപ്പിൽ ആ രീതിയിൽ ജനങ്ങൾ വോട്ടവകാശം വിനിയോഗിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. തീർച്ചയായും തെരഞ്ഞെടുപ്പിൽ ഇത് ഒരു പ്രധാന ചർച്ചയായി മാറിക്കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിനപ്പുറത്തേക്ക് ഇത് മതന്യൂനപക്ഷങ്ങളെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്, ഇന്ത്യൻ ഭരണഘടനയെ ബാധിക്കുന്ന പ്രശ്നമാണ്, മതത്തിൻ്റെ പേരിൽ മനുഷ്യനെ വിഭജിക്കുന്ന വിഷയമാണ്. അതുകൊണ്ട് തന്നെ വലിയ പ്രതിഷേധം ഇതിനെതിരെ ഉയർന്നു വരുന്നു. സംസ്ഥാന സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് കോടതിയിൽ ഇത് നടപ്പാക്കരുതെന്ന് ആവശ്യപ്പെട്ട് സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെയാണ് ഇത്തരത്തിലുള്ള വലിയ റാലികൾ സംഘടിപ്പിക്കുന്നത്.